ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കണവ റോസ്റ്റ് എങ്ങനെ റെഡിയാക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണവ നല്ലോണം കഴുകി അതുപോലെ തന്നെ വട്ടത്തിന് നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ അതൊന്ന് വേവിച്ചെടുക്കുക. ഞാനൊരു 5 വിസിലോളം കേൾപ്പിച്ചു. കുറച്ച് വെള്ളം ആഡ് ചെയ്താലും മതി, വെള്ളം ആഡ് ചെയ്യണമെന്നും ഇല്ല. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോൾ അത് ഗ്യാസിൽ വെച്ചു, വിസിൽ കേട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പത്ത് പാൻ വെച്ചു, അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ടിടാം. അതിനുശേഷം ഞാൻ പട്ട, ഏലക്ക അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കേട്ടോ. ഒരു 4 ഏലക്ക, ഒരു 2-3 ചീള് പട്ട, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തു. വെളുത്തുള്ളി അത് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കുക. മൂക്കണ്ട കേട്ടോ, വഴട്ടിയെടുത്താൽ മതി. വഴട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിവേപ്പില ആഡ് ചെയ്യാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചുള്ളി 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തു. അതും ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി നല്ലോണം വഴണ്ട് വരുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കുക. കുറച്ചൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുന്നേ കണവയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഇളക്കി അതിനുശേഷം തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് അതിനോട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്കതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറി മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നല്ലോണം ഇളക്കി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന കണവ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി നല്ല വറ്റിച്ചെടുക്കുക. നമുക്ക് റോസ്റ്റ് അല്ലേ വേണ്ട, അപ്പോൾ നല്ലോണം ഇളക്കി നല്ലോണം വറ്റിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സെർവ് ചെയ്തു. അപ്പോൾ എൻ്റെ കണവ റോസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.